സ്വകാര്യ ടെലികോം കമ്പനിയുടെ കേബിൾ സ്ഥാപിച്ച ശേഷം കുഴികൾ യഥാവിധി മൂടാത്തത് അപകട സാധ്യത ഉയർത്തുന്നതായി പരാതി. ഇരട്ടിയാർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിലാണ് പൊതുമരാമത്ത് റോഡ് വശങ്ങളിൽ ഇത്തരത്തിൽ കുഴികൾ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇരട്ടിയാർ ടൗണിലെ കുഴിയിൽ ഒരാൾ വീഴുകയും ചെയ്തു. അടിയന്തരമായി കുഴികൾ നികത്തി കൂടുതൽ അപകടം ഒഴിവാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഇരട്ടിയാർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലാണ് എയർടെൽ ടെലികോം കമ്പനിയുടെ കേബിളുകൾ റോഡിന്റെ വശങ്ങളിൽ സ്ഥാപിച്ചു വരുന്നത്. 2 അടിയിലേറെ താഴ്ചയിൽ കുഴിയെടുത്ത ശേഷം കേബിൾ ലൈനുകൾ വലിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇതിനായി 10 അടിയോളം അകലത്തിലാണ് ഓരോ കുഴിയും നിർമ്മിക്കുന്നത്. എന്നാൽ കേബിൾ ലൈനുകൾ സ്ഥാപിച്ച ശേഷം ഈ കുഴികൾ യഥാവിധി നികത്താത്തതാണ് വഴിയാത്രികർക്ക് അപകട ഭീഷണി ഉയർത്തുന്നത്. വെറുതെ മണ്ണിട്ട് നികത്തിപ്പോകുന്നതല്ലാതെ നന്നായി കുഴി മൂടാത്തതിനാൽ മഴ പെയ്തതോടെ പല ഭാഗത്തും മണ്ണിടിഞ്ഞ് ഗർത്തമായിരിക്കുകയാണ്. ഇതറിയാതെ റോഡ് വശങ്ങളിലേക്ക് വാഹനങ്ങൾ ചേർക്കുകയും കാൽനട യാത്രക്കാർ പാതയോരം വഴി നടന്നു പോകുകയോ ചെയ്യുമ്പോൾ കുഴിയിൽ അകപ്പെടുവാനുള്ള സാധ്യത ഏറെയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇരട്ടിയാർ ടൗണിനുള്ളിൽ എടുത്ത കുഴിയിൽ കാൽനട യാത്രികൻ വീണ സംഭവം ഉണ്ടായിരുന്നു. ഇരട്ടിയാർ ടൗണിലും മറ്റും ടാറിംഗ് റോഡ് പൊളിച്ചും ഐറിഷ് റോഡുകൾ പൊളിച്ചുമൊക്കെയാണ് കേബിളുകൾ ഇടുന്നത്. എന്നാൽ ഇവ പൂർവ്വസ്ഥിതിയിലാക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത്. ടെലികോം കമ്പനിക്കാർ ഇരട്ടിയാർ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ റോഡുകളെ കുത്തിപ്പൊളിക്കുകയും ആ കോൺക്രീറ്റ് പൊളിച്ചതിന് ശേഷം അതേപടി ഇട്ടിട്ട് പോകുന്ന ഒരവസ്ഥ സംജാതമായി. ഇന്നലെ ഇരട്ടിയാർ ടൗണിൽ ഓട്ടോറിക്ഷകളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് അവർ തലേദിവസം രാത്രി അത് കുഴിച്ചിട്ട് അതിൽ വെള്ളം കെട്ടിക്കിടക്കുകയും ഇന്നലെ ഒരു കാൽനടക്കാരൻ അതിൽ വീണ് പരിക്കേൽക്കുകയൊക്കെ ചെയ്യുന്നത്. കുട്ടികൾ സ്കൂളിലേക്കൊക്കെ വരുന്ന വഴിയിലാണ് ഇത്തരത്തിൽ കുഴികൾ രൂപപ്പെട്ട് കിടക്കുന്നത്. അതിലേക്കൊക്കെ കുട്ടികളൊക്കെ വീണ് അപകടമുണ്ടാകാം. രാത്രി വരുന്ന വാഹനങ്ങൾ പോലും ഈ കുഴി അറിയാതെ അതിനകത്തേക്ക് വന്ന് അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ PWD അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിയന്തരമായ കുഴികളടക്കും. ഇരട്ടിയാർ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കുഴിയെടുത്ത് റോഡ് ഇടിഞ്ഞു പോകുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. മഴയത്ത് വന്ന് ഈ വെള്ളം കെട്ടിക്കിടന്ന് ഇപ്പോൾ റോഡ് അപകടാവസ്ഥയിലാകുകയാണ്. നല്ല BMBC റോഡിൻ്റെ സൈഡിലൊക്കെ വന്ന് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ഗൗരവമായി PWDയുടെ ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഇടപെടുന്നു. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന ഈ അവസ്ഥ. തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഇതിന്റെ ജോലി ചെയ്തു വരുന്നത്. PWD റോഡ് വശങ്ങൾ പോലും ഇത്തരത്തിൽ കുത്തിപ്പൊളിച്ചിട്ട് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിൽ നാട്ടുകാർക്കും പ്രതിഷേധമുണ്ട്. കുഴികളിൽ മഴവെള്ളം നിറഞ്ഞ് റോഡ് ഇടിയുന്ന സ്ഥിതിയും പല ഭാഗത്തുമുണ്ട്. ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ഉടൻ തന്നെ ഇടപെട്ട് ടെലികോം കേബിൾ ഇട്ടതിനു ശേഷം കുഴികൾ ഉടൻ മൂടി അപകടം ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.